കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോരയൊലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം. ശബരിമലയിൽ അയ്യപ്പൻ്റെ പൊന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെൻറ്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക, മുൻ KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KM അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക, പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ റൂറൽ SP ഉണ്ട്, ഒരു മിസ്റ്റർ ബൈജു. അയാൾക്ക് ഈ ഗവൺമെൻറ് IPS കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാരിതോഷികമായിട്ടാണ്. ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ക്രിമിനലാണ്. ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത്? അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളത് പറഞ്ഞത്? ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ വിഷ്വലുകൾ ഫൂട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ. അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശ്രീ ബൈജുവിനോട് പറയാനുള്ളത്, ബൈജു റൂറൽ SPയുടെ പണി ചെയ്താൽ മതി. CPM ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ CPM ജില്ലാ സെക്രട്ടറി നടത്തിക്കോളൂ.